എല്ലാവർക്കും നമസ്കാരം. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഈ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 1967 ഇലക്ട്രൽ വെർഡിക്റ്റിനെ കുറിച്ചാണ്. നമ്മൾ കണ്ടതാണ് 1967 തെരഞ്ഞെടുപ്പും അതിൽ ഇന്ത്യൻ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി എന്താണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണെന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ എർത്ത്ക്വേക്ക് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിളിച്ചത്. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ 1967 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടം മുതലേ വലിയ ഭൂരിപക്ഷത്തോടെ ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്നാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയൊക്കെ വിയോഗം കോൺഗ്രസ് പാർട്ടിയിൽ ചില പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ചു. പ്രത്യേകിച്ച് അനുഭവപരിചയമില്ലാതിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വം, ഇന്ദിരാഗാന്ധിക്ക് എതിരെ പാർട്ടിക്ക് അകത്ത് തന്നെ ഉണ്ടായിരുന്ന സംഭവവികാസങ്ങളൊക്കെ ഈ ഇലക്ഷനെ ഭയങ്കരമായിട്ട് ബാധിച്ചു എന്നുള്ളതാണ്. സോ കോൺഗ്രസ് ഗോട്ട് മെജോറിറ്റി ഇൻ ലോക്സഭ വിത്ത് ദ ലോവസ്റ്റ് സീറ്റ് സിൻസ് 1952. 1952 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ലോകസഭയിൽ കോൺഗ്രസിന് ലഭിച്ചത് ഈ ഒരു തെരഞ്ഞെടുപ്പിലാണ്. കേവല ഭൂരിപക്ഷം കിട്ടി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഹാഫ് ഓഫ് ദ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് വർ ഡിഫീറ്റഡ്. ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന പല മന്ത്രിമാർ വരെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട പല നേതാക്കന്മാർക്കും വലിയ പരാജയമുണ്ടായി. ഏകദേശം 516 സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 283 സീറ്റുകളാണ് കിട്ടിയത്. അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്ന കോൺഗ്രസിൻ്റെ കാമരാജ്, എസ് കെ പാട്ടീൽ, അതുല്യ ഘോഷ്, KV സഹായ് ഒക്കെ തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാരൊക്കെ അവർ നിയോജക മണ്ഡലത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് അതിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഏകദേശം 7 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അതിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അതിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഒറീസ, മദ്രാസ്, കേരളം ഇവിടെയൊക്കെ കോൺഗ്രസ് നന്നേ പരാജയപ്പെട്ടു. മറ്റ് 2 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് ഗവൺമെൻറ് ഫോം ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ കൊയിലേഷൻ ഗവൺമെൻറ്റുകളൊക്കെ വന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് നമുക്ക് DMK ആണ്. റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടി വോൺ ക്ലിയർ മെജോറിറ്റി ഇൻ തമിഴ്നാടു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. തമിഴ്നാട്ടിൽ ഒരു പ്രാദേശിക പാർട്ടിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം ഒരു മെജോറിറ്റി സീറ്റ് മേടിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊയിലേഷൻസ് ആണ്. എന്താണ് കൊയിലേഷൻ എന്ന് നമുക്ക് നോക്കാം. നോ സിംഗിൾ പാർട്ടി ഗോട്ട് ക്ലിയർ മെജോറിറ്റി ഇൻ മെനി ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. മിക്ക നിയോജക മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ മിക്ക സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഭൂരിപക്ഷം ഗവൺമെൻറ് ഫോം ചെയ്യാൻ ആവശ്യമായ ഭൂരിപക്ഷം കിട്ടാതെ വന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടി എന്ത് ചെയ്തു? മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചേർന്നുകൊണ്ട് മന്ത്രിസഭ രൂപീകരിച്ചു എന്നുള്ളതാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ മറ്റുള്ളവരുടെ അലയൻസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ പാർട്ടികൾ അലയൻസ് ഒക്കെ ഉണ്ടാക്കുക അവരുടെ പ്രത്യയശാസ്ത്രവുമായിട്ട് ചേരുന്നവരൊക്കെ ആയിട്ടായിരിക്കും. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമല്ല. അവർ പ്രത്യയശാസ്ത്രങ്ങൾക്കൊക്കെ അപ്പുറത്ത് അധികാരത്തിന് വേണ്ടി ഗവൺമെൻറ് ഫോം ചെയ്തു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ജോയിൻറ്റ് ലെജിസ്ലേറ്റീവ് പാർട്ടീസുകൾ അറിയപ്പെട്ടത് സംയുക്ത് വിധായക് ദൾ എന്നാണ്, അല്ലെങ്കിൽ SVD എന്നാണ്. ഇവർ തമ്മിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, കോയിലേഷൻ പാർട്ട്നേഴ്സ് വെർ ഐഡിയോളജിക്കലി ഇൻകോൺഗ്രന്റ്. അവർക്ക് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായ യാതൊരു യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അവരെന്ത് ചെയ്തു? അത്തരത്തിൽ ഗവൺമെൻറ്റുകളൊക്കെ ഫോം ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
തരത്തിലുള്ള SVD എന്ന് പൊതുവെ അറിയപ്പെട്ടെങ്കിലും പഞ്ചാബിലാണെങ്കിൽ ഈ മുന്നണി ഗവൺമെന്റിനെ ജനകീയ ഐക്യമുന്നണി എന്നാണ്, പോപ്പുലർ യുണൈറ്റഡ് ഫ്രണ്ട് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട അകാലിദൾ പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും അതേപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഭാരതീയ ജനസംഘവും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നണിയായിരുന്നു പഞ്ചാബിലെ ഐക്യമുന്നണി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് അറിയപ്പെട്ടത്, കേരളത്തിലെ മുന്നണി ഗവൺമെന്റ് ഐക്യമുന്നണി എന്നറിയപ്പെട്ടു. പ്രത്യേകിച്ച് EMS നമ്പൂതിരിപ്പാട് നയിച്ച ഗവൺമെന്റിൽ ആയിരുന്നു അത്. അതിനകത്ത് ഏകദേശം 7ഓളം പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഉള്ള മറ്റൊരു പ്രധാന സംഭവ വികാസം എന്ന് പറയുന്നത് കൂറുമാറ്റം എന്ന് പറയുന്ന ഒരു സംഭവ വികാസമാണ്. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി മറ്റൊരു പാർട്ടിയിൽ ചേരുന്നതിനെയാണ് നമ്മൾ കൂറുമാറ്റം എന്ന് പറയുക. സാധാരണ ഇവരിങ്ങനെ മാറുന്നത് എന്തെങ്കിലും പദവിയൊക്കെ കിട്ടുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് മന്ത്രി പദമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടോ പണമൊക്കെ മോഹിച്ചാണ് കൂറുമാറ്റം നടത്തുക. ഈ കാലഘട്ടത്തിൽ കൂറുമാറ്റം വളരെ വലിയ തോതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് കൂടുതൽ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂറുമാറ്റിയ മാറിയ പല MLA-മാരും പിന്നീടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അവരൊക്കെ ജയിക്കുകയൊക്കെ ചെയ്തത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിനും കൂറുമാറ്റത്തിനൊക്കെ വഴിതെളിയുകയും അതൊരു സ്ഥിരമായ ഒരു സംഭവ വികാസമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയ കാര്യം, ഈ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു പ്രയോഗം തന്നെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ആയേ റാം ഗയേ റാം. ഈ കൂറുമാറ്റം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രതിഭാസം അത് ആരംഭിക്കുന്നത് ഹരിയാനയിലാണ്. 1967 അന്നത്തെ ഹരിയാനയിലെ ഒരു MLA ആയിരുന്ന ഗയലാൽ, അദ്ദേഹം 2 ആഴ്ചയ്ക്കുള്ളിൽ 3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറി എന്നുള്ളതാണ്. ആദ്യം കോൺഗ്രസ് നിന്ന് ഐക്യമുന്നണിയിലേക്ക് കൂറുമാറി, താമസിക്കാതെ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നീട് ഒരു 8-9 മണിക്കൂറിനുള്ളിൽ വീണ്ടും അദ്ദേഹം ഐക്യമുന്നണിയിൽ ചേർന്നു. ഇങ്ങനെ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിച്ചതിനെ പൊതുവെ ആയേ റാം ഗയേ റാം എന്ന ഒരു പ്രയോഗമായിട്ട് ആണ് വിളിച്ചത്. കാരണം ആയേ റാം ഗയേ റാം എന്നതിൻ്റെ അർത്ഥം എന്താണ്? റാം വന്നു റാം പോയി എന്നാണ്. അത്തരത്തിൽ ഐക്യമുന്നണി വിട്ട് വീണ്ടും കോൺഗ്രസ് ചേരാനുള്ള ഗയലാലിൻ്റെ ഉദ്ദേശം അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന റാവു ബീരേന്ദ്ര സിംഗ് അദ്ദേഹത്തെ ഒരു പത്രസമ്മേളനത്തിലൊക്കെ കൊണ്ടുവരികയും പോയ റാം ഇപ്പോൾ വന്ന റാം ആയി എന്നൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗയലാലിൻ്റെ ഈ ഒരു സാഹസം, ഈ ഒരു രീതി ആയേ റാം ഗയേ റാം എന്ന ഒരു ശൈലിയെ അനുസരമാക്കി എന്നുള്ളതാണ്. 1967-നും 1970-നും മധ്യ ഏതാണ്ട് 800 നിയമസഭാ അംഗങ്ങൾ കൂറുമാറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 155 പേർക്കും മന്ത്രി പദവിയൊക്കെ ലഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു സംവിധാനം, മുന്നണി ഭരണവും കൂറുമാറ്റവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അസ്ഥിരതയ്ക്കും അഴിമതിക്കും വഴിയൊരുക്കി എന്നുള്ളതാണ്. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് 3 മാർക്ക്. എന്താണ് ആയേ റാം ഗയേ റാം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ കൂറുമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂറുമാറ്റം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേരുന്നതിനാണ്, അധികാരമൊക്കെ മോഹിച്ചോ പണമൊക്കെ മോഹിച്ചോ മാറുന്നതിനെയാണ് കൂറുമാറ്റം എന്ന് പറയുക. ഇന്ന് ഇന്ത്യയിൽ കൂറുമാറ്റ നിരോധന നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഇന്ന് ഏതെങ്കിലും ഒരാൾ കൂറുമാറുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം, MLA സ്ഥാനമാണെങ്കിൽ MLA സ്ഥാനം, MP സ്ഥാനമാണെങ്കിൽ MP സ്ഥാനം അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് അദ്ദേഹം മത്സരിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോൺഗ്രസിലെ പിളർപ്പിനെ കുറിച്ചാണ്. കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയും അന്നത്തെ മുതിർന്ന നേതാക്കന്മാരും തമ്മിലുണ്ടായിട്ടുള്ള വടംവലികളാണ്. ആ മുതിർന്ന നേതാക്കന്മാരാണ് സിൻഡിക്കേറ്റ് എന്നറിയപ്പെടുന്നത്. എ ഗ്രൂപ്പ് ഓഫ് പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ലീഡേഴ്സ് ഫ്രം വിതിൻ കോൺഗ്രസ് പാർട്ടി ഈസ് നോൺ ആസ് സിൻഡിക്കേറ്റ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ വളരെ മുതിർന്ന സീനിയർ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള ചർച്ചയും പ്രശ്നങ്ങളൊക്കെയാണ് പാർട്ടിയിലെ പിളർപ്പിന് കാരണമായ. പാർട്ടിയുടെ സംഘടനയെ നിയന്ത്രിച്ചിരുന്ന കരുത്തരും സ്വാധീനമുള്ള ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാരാണ് ഈ സിൻഡിക്കേറ്റ് എന്നറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് കെ കാമരാജ്, അതേപോലെ SK പാട്ടീൽ, S അജീവ റെഡ്ഡി, S നിജലിംഗപിള്ള, ഇവരൊക്കെ ചേർന്ന ഒരു ടീമായിരുന്നു സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിൻഡിക്കേറ്റ് വിചാരിച്ച് തങ്ങളുടെ ഉപദേശപ്രകാരം ഇന്ദിരാഗാന്ധി പ്രവർത്തിക്കുമെന്ന് സിൻഡിക്കേറ്റ് പ്രതീക്ഷിച്ചിരുന്നു. നമ്മളത് നേരത്തെ കണ്ടതാണ്. എന്നാൽ സിൻഡിക്കേറ്റിൻ്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? പാർട്ടിയിലും ഗവൺമെൻറ്റിലൊക്കെ തൻ്റെ സ്ഥാനം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. അതേപോലെ തന്നെ ഒരു വിശ്വസ്തരായ ഒരു കൂട്ടം ഉപദേഷ്ടാക്കളെ പാർട്ടിക്ക് പുറത്തു നിന്ന് ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുത്തു. അപ്പോൾ ഇന്ദിരാഗാന്ധി തങ്ങളുടെ ചെൽപ്പടിക്ക് നിൽക്കില്ല
എന്ന് മനസ്സിലായപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ത് ചെയ്തു? അവരെ അധികാരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും താഴെ ഇറക്കാൻ ആവശ്യമായ ഗൂഢാലോചനകളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ചുരുക്കത്തിൽ ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമായിട്ടും 2 വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നത്. ഒന്ന്, ഈ സിൻഡിക്കേറ്റിൽ നിന്ന് മോചനം നേടുക. മറ്റൊന്ന്, 1967 തെരഞ്ഞെടുപ്പിൽ നഷ്ടമായ കോൺഗ്രസിൻ്റെ ജനപിന്തുണ വീണ്ടെടുക്കുക. ഇങ്ങനെ 2 വലിയ വെല്ലുവിളികളാണ് ഇന്ദിരാഗാന്ധി ഈ കാലഘട്ടത്തിൽ നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 2 വെല്ലുവിളികൾ പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് ഈ സിൻഡിക്കേറ്റിൽ നിന്ന് ഇൻഡിപെൻഡൻസ് ഫ്രം സിൻഡിക്കേറ്റ് ആൻഡ് റീഗെയിൻ ദ ലോസ്റ്റ് സ്ട്രെങ്ത് ഓഫ് കോൺഗ്രസ്, നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചെടുക്കുക. അതിനുവേണ്ടി ഇന്ദിരാഗാന്ധി ഇൻട്രൊഡ്യൂസ്ഡ് ചില പോളിസികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഷീ ഇൻട്രൊഡ്യൂസ് ലെഫ്റ്റ് ഫ്രണ്ട് പോളിസീസ്, ഇടതുപക്ഷ ചായ്വുള്ള ചില പരിപാടികളാണ് അദ്ദേഹം നടപ്പിലാക്കിയത്. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 10 പ്രോഗ്രാം, 10 പോയിന്റ് പ്രോഗ്രാം 1967 മെയ്യിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, സോഷ്യൽ കൺട്രോൾ ഓഫ് ബാങ്ക്സ്, നാഷണലൈസേഷൻ ഓഫ് ജനറൽ ഇൻഷുറൻസ്, സീലിംഗ് ഓൺ അർബൻ പ്രോപ്പർട്ടി, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ലാൻഡ് റിഫോംസ്, പ്രൊവിഷൻ ഓഫ് ഹൗസ് സൈറ്റ് ടു ദ റൂറൽ പുവർ. പ്രത്യേകിച്ച് 1967 മെയ് മാസത്തിൽ വന്ന ഈ 10 പരിപാടിയിലുണ്ടായിരുന്ന കാര്യങ്ങൾ ബാങ്കുകളുടെ സാമൂഹ്യ നിയന്ത്രണം, അതേപോലെ ജനറൽ ഇൻഷുറൻസിൻ്റെ ദേശസാൽക്കരണം, നഗരസമ്പത്തിലും വരുമാനത്തിലുള്ള പരിധി നിർണയം, ഭക്ഷ്യധാന്യങ്ങളുടെ പൊതുവിതരണം, ഭൂപരിഷ്കാര നയങ്ങൾ, ഗ്രാമത്തിലെ നിർധനായ ആൾക്കാർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലവിതരണം, നാട്ടുരാജാക്കന്മാർക്കുള്ള ആനുകൂല്യങ്ങൾ നിർത്തലാക്കൽ, പ്രിവി പേഴ്സൺ നിർത്തലാക്കിയതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധി തൻ്റെ അധികാരം പാർട്ടിയിലും ഗവൺമെൻറ്റിലും സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവവികാസം എന്ന് പറഞ്ഞാൽ 1967 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. 1969 പ്രസിഡൻഷ്യൽ ഇലക്ഷനാണ്. എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ച ഒരു മുഖ്യ പ്രശ്നമായിരുന്നു ഈ 1969 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന സക്കീർ ഹുസൈൻ മരിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ സിൻഡിക്കേറ്റ് എന്ത് ചെയ്തു? ഈ ഒരു അവസരം നന്നായിട്ട് മുതലെടുക്കാൻ തീരുമാനിച്ചു. അവർ ഇന്ദിരാഗാന്ധിയുടെ പ്രതിയോഗിയും ആയിട്ടുള്ള അന്നത്തെ ലോക്സഭാ സ്പീക്കറായ നീലം സഞ്ജീവ് റെഡ്ഡിയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സിൻഡിക്കേറ്റ് നിർദ്ദേശിച്ചത്, ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് നിർദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ സഞ്ജീവ് റെഡ്ഡിയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു നീക്കമാണ് ഇവർ നടത്തിയത്. അപ്പോൾ ആ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന VV ഗിരിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ അതിനെതിരെ തിരിച്ചടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഈ സിൻഡിക്കേറ്റ് എന്ത് ചെയ്തു? ഒരു വിപ്പ് കൊടുത്തു എന്നുള്ളതാണ്. വിപ്പ് ബൈ കോൺഗ്രസ് പ്രസിഡൻസ് നിജലിംഗപ്പ, വോട്ട് ഫോർ സഞ്ജീവ് റെഡ്ഡി. സഞ്ജീവ് റെഡ്ഡിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റായ നിജലിംഗപ്പ വിപ്പ് പ്രഖ്യാപിച്ചു. വിപ്പ് എന്ന് പറഞ്ഞാൽ ഓർഡറാണ്, പൊളിറ്റിക്കൽ പാർട്ടി കൊടുക്കുന്ന ഓർഡറാണ്. ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പാനലിൽ ജയിച്ച ആൾക്കാർ അങ്ങനെ വിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇവരൊരു ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിക്വസിഷൻ സ്പെഷ്യൽ മീറ്റിംഗ് ഓഫ് AICC, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു പ്രത്യേക മീറ്റിംഗ് വിളിച്ചു കൂട്ടണമെന്നൊക്കെ അവർ ആവശ്യപ്പെട്ടു, റിക്വസിഷൻ ചെയ്തു. അപ്പോൾ ആ ഒരു ആവശ്യമൊക്കെ റിഫ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ദിരാഗാന്ധി MLA-മാരുടെ MP-മാരോടും പറഞ്ഞു, നിങ്ങളുടെ കോൺഷ്യസ്, നിങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? വോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ വോട്ട് ചെയ്തോളൂ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ വന്നത് യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് VV ഗിരി ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇന്ദിരാഗാന്ധിക്ക് സ്വാധീനം ചെലുത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കോൺഗ്രസിലെ സ്പ്ലിറ്റിലേക്ക് വഴിതെളിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു വലിയ തരംതിരിവ്, പ്രത്യേകിച്ച് 2 പാർട്ടികളായിട്ട് കോൺഗ്രസ് ഓയും കോൺഗ്രസ് 6ഉം ആയിട്ട്
വിവരിച്ചു എന്നുള്ളതാണ്. കോൺഗ്രസിലെ ഔദ്യോഗിക ഗ്രൂപ്പ് കോൺഗ്രസ് ഒ എന്നും ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നവർ കോൺഗ്രസ് ആർ എന്നും അറിയപ്പെട്ടു. അതാണ് കോൺഗ്രസിലുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിളയിപ്പ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിവി പേഴ്സൽ നിർത്തലാക്കൽ എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുരാജാക്കന്മാരുടെ അവകാശങ്ങൾ ഒക്കെ എന്ത് ചെയ്യുക, ഇല്ലാതാക്കുക. നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതലേ ഉണ്ടായിരുന്ന ഒരു കീഴ്വഴക്കം അനുസരിച്ചാണ്. അന്ന് മുതലേ തന്നെ ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള നേതാക്കന്മാരൊക്കെ ഈ ഇത്തരത്തിലുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനൊക്കെ എതിരായിരുന്നു. പക്ഷേ മൊത്തത്തിലുള്ള മറ്റ് എതിർപ്പുകളെ കൊണ്ടൊക്കെ അത് ചിലപ്പോൾ നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രിവി പേഴ്സ് നിർത്തലാക്കാൻ ഇന്ദിരാഗാന്ധി മുൻകൈ എടുക്കുകയാണ്. ഇന്ദിരാഗാന്ധി കൃത്യമായിട്ട് ഇലക്ഷനിൽ മുമ്പോട്ട് വെച്ച ഒരു കാര്യമാണ്, ഇലക്ഷൻ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള നടപടികൾ അവസാനിപ്പിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. അതനുസരിച്ച് ഇവർ ഈ നയങ്ങളൊക്കെ നിർത്തലാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഈ ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഇതനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്